കിട്ടിയ കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറാൻ യോഗി കൈകാലിട്ടടിക്കുകയാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന തരത്തിലാണിപ്പോൾ യോഗി പെരുമാറുന്നതും. അയോധ്യ കൈവിട്ടു പോയതോടെ കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും യോഗിക്കെതിരെ കനത്ത എതിർപ്പാണ് വന്നത്. അവിടേക്കാണ് SP നേതാവിൻ്റെതായ ബേക്കറി ഉടമയുടെ കടയിലെ പണിക്കാരനാൽ 12 വയസ്സായ പെൺകുട്ടി ഗർഭിണിയാവുന്നത്. ഇതോടെ യോഗി ബുൾഡോസറും എടുത്ത് ബേക്കറി ഉടമയായ SP നേതാവിന്റെ കടയിലേക്ക് പാഞ്ഞെത്തി പൊളിച്ചെടുക്കുകയാണ് ഉണ്ടായത്. സത്യത്തിൽ ജോലിക്കാരൻ ചെയ്ത തെറ്റിന് SP നേതാവായതിന്റെയും മുസ്ലിം ആയതിന്റെയും കൂടി പേരിൽ യോഗി അയാൾക്കെതിരെ താണ്ഡവമാടുകയാണ്. എന്നാൽ DNA പരിശോധന നടത്തിയിട്ട് യഥാർത്ഥ കുറ്റവാളി ആരാണ് എന്ന് കൂടി കണ്ടുപിടിച്ചിട്ട് വേണ്ടേ നടപടി കൈക്കൊള്ളേണ്ടതുള്ളൂ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ആർക്കും യാതൊരു എതിർപ്പുമില്ല എന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത്. എന്തിന്? നിങ്ങൾ ശിക്ഷിച്ചോളൂ, പരമാവധി ശിക്ഷിച്ചോളൂ, പക്ഷെ പ്രതിയാണെങ്കിൽ മാത്രം അതിനുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന്. എന്നാൽ അതിനൊന്നും കാത്തു നിൽക്കാൻ BJPക്ക് നേരമില്ല. കാരണം UP ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഈ ഒരൊറ്റ സംഭവത്തെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കമാണ് യോഗിയും BJPയും നടത്തുന്നത്. ഇവിടെ അയോധ്യയിൽ BJPയെ തോൽപ്പിച്ച് അട്ടിമറി ജയം നേടിയ സമാജ്വാദി പാർട്ടി നേതാവ് അവധേഷ് പ്രസാദിന്റെ വലം കൈയാണ് മൊയ്ദ് ഖാൻ എന്ന് ആരോപിച്ചാണ് ഇരുവരും നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് ഉന്നത BJP നേതാക്കൾ അഖിലേഷിനെയും SP-യെയും കടന്നാക്രമിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ദളിത് വോട്ടുകളെ വിവാദത്തിലൂടെ ഭിന്നിപ്പിക്കാനുള്ള നീക്കം കൂടിയാണ് യോഗി നടത്തുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദളിത് വോട്ടിന്റെ കൂടി പിൻബലത്തിലാണ് അഖിലേഷ് UP-യിൽ യോഗിയെ തകർത്തടിച്ചത്. അപ്പോൾ പിന്നെ ആ വോട്ടുകൾ ചാക്കിലാക്കാനുള്ള യോഗി നീക്കമാണ് ഈ ബുൾഡോസറിലൂടെ ഇടിച്ചു നിരത്തുന്നത്. ഇവിടെ പണം നൽകിയും വധഭീഷണി മുഴക്കിയും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് ആരോപിച്ച് മൊയ്ദിന്റെ സുഹൃത്ത് റാഷിദിന് മേൽ പോലീസ് മറ്റൊരു FIR-ഉം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റിസ്ക് തരാമെന്ന് പറഞ്ഞ് കടയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത് വീണ്ടും അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പീഡനത്തിനിരയാക്കി എന്ന പരാതി പെൺകുട്ടിയും അമ്മയും കൂടി മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് അറിയിച്ചതിനെ തുടർന്ന് മുന്നും പിന്നും നോക്കാതെ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയായിരുന്നു യോഗി. എന്നാൽ മൊയ്ദിന്റെ കുടുംബം വീണ്ടും പറയുന്നത് ഒരേ കാര്യമാണ്: കടയിലെ ജീവനക്കാരൻ ചെയ്ത തെറ്റിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് എന്തിന്? ഇവിടെ കൃത്യം നടത്തിയത് താനാണ് എന്ന് കടയിലെ ജീവനക്കാരനായ രാജു പറഞ്ഞിട്ട് പോലും മൊയ്ദ് ഖാനെ പ്രതി ചേർക്കുകയാണ് യോഗി. എന്തെന്നാൽ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്.